ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയിരുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, മറ്റുള്ള ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ് ആവട്ടെ, ഇതിലെല്ലാം നമ്മൾ ചിലപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാറുണ്ട്. നമ്മൾ പാസ്വേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്യുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും പാസ്വേഡ് നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളിതിൽ ഗൂഗിളിൽ ഈ ഒരു പാസ്വേഡ് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മുടെ മറന്നുപോയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും മറ്റുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ ഒക്കെ നിങ്ങൾക്ക് അതിൽ കൊടുത്തുള്ള പാസ്വേഡുകൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അല്ല, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് കയറിയിട്ട് ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്നും ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ദെൻ മെയിൻ ഇന്റർഫേസിൽ ഇതുപോലെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ ഏത് ഇമെയിലാണോ നിങ്ങൾ ലോഗിൻ ആയി, നിങ്ങളുടെ മൊബൈലിൽ 2 or 3 മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമെയിൽ ഐഡികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇവിടുന്ന് സ്വിച്ച് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഏത് ഇമെയിൽ വെച്ചിട്ടാണോ നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ മറ്റുള്ള തേർഡ് പാർട്ടി വെബ്സൈറ്റിലോ ആപ്ലിക്കേഷനിലോ നിങ്ങൾ ലോഗിൻ ചെയ്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ആ ഒരു ഇമെയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വേണം നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്ത ഇമെയിൽ ഇവിടെ സെലക്ട് ചെയ്ത സമയത്ത് ആ ഒരു ഇമെയിലിൽ ഞാൻ ഗൂഗിളിൽ എന്റെ പാസ്വേഡ് സേവ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ ഗൂഗിളിൽ ഇപ്പം എന്തെങ്കിലും ക്രോമിലൊക്കെ നിങ്ങൾ പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങൾ ലോഗിൻ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോപ്പപ്പ് മെസ്സേജും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു ഗൂഗിളിൽ നിങ്ങളുടെ പാസ്വേഡ് സേവ് ആയിട്ട് കിടക്കുള്ളൂ. അല്ലാത്ത പാസ്വേഡുകളൊന്നും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും എൻ്റെ മൊബൈലിൽ ഉള്ളതായിട്ടുള്ള, എന്നാൽ ഞാൻ ഗൂഗിളിൽ പാസ്വേഡ് സേവ് ചെയ്യാത്ത ആപ്ലിക്കേഷനാണ് എനിക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു ഇമെയിൽ ഐ ഡി എടുത്ത സമയത്ത് ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്: പാസ്വേഡ്, പാസ് കീ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാസ്വേഡ് എന്ന ഭാഗത്തോടെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 3 സെക്കൻഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള 3 ആപ്ലിക്കേഷൻ, ഈ ഒരു 3 ആപ്ലിക്കേഷൻ്റെയും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന യൂസർ നെയിമും പാസ്വേഡും എനിക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മറന്നു പോയിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷന്റെ പാസ്വേഡുകളും യൂസർ നെയിമുകളെല്ലാം നമുക്ക് ഇതുപോലെ ഇവിടുന്ന് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും പാസ്വേഡിൽ എന്തെങ്കിലും റിസ്ക് അനുഭവപ്പെടുന്നുണ്ട്, അതായത് നമ്മുടെ പാസ്വേഡ് ചിലപ്പം സെക്യൂരിറ്റി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പാസ്വേഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് അത് ചെക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. താഴത്തുള്ള 2ാമത്തെ ഓപ്ഷൻ, ആ ഒരു ചെക്കപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കമ്പൾസ്ഡ് പാസ്വേഡ്, അതായത് കോംപ്രമൈസ്ഡ് പാസ്വേഡ് എന്നാണ് കാണിക്കുന്നത്. ദെൻ ഇതുപോലെ ഞാൻ എൻ്റെ പേപ്പാലിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഡാറ്റ ബ്രീച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാസ്വേഡ് ചെക്കപ്പ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ പേപ്പാൽ പോയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ലോങ് ടൈം ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പാസ്വേഡ് ഇതുപോലെ ചെക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ റിസ്ക് നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഫീച്ചർ കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ വഴി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമുക്ക് അനദർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ മൊബൈലിലെ എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ചിലപ്പോൾ രജിസ്റ്റർ നമ്പറും യൂസർ നെയിം ഒക്കെ വെച്ചിട്ടായിരിക്കും പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്തിട്ടായിരിക്കും ലോഗിൻ ആയിരിക്കുന്നത്. പക്ഷെ ആ ഒരു ആപ്ലിക്കേഷന്റെ ഒക്കെ പാസ്വേഡുകളൊന്നും ഞാൻ ഗൂഗിളിൽ സേവ് ചെയ്യാത്തത് കൊണ്ടാണ് ആ ലിസ്റ്റിൽ ഉള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.